Ivana Chayakumar Sandandus, Ravan Madari, Alexander Sanachan,
സൗന്ദര്യത്തിനാലും ഒന്നാം അതിശയത്താലും അലങ്കരിച്ച് ഭംഗി വരുത്തി ഇത് സകല മനുഷ്യർക്കും മാനമുള്ളതാകുന്നു. വിശുദ്ധ തിരുവെഴുത്ത് ഘോഷിക്കുന്നു. അതിനാൽ വിവേകമായോ നിസ്സാരമായോ ജലാഭിലാഷമായോ ആരും വിശുദ്ധ വിവാഹത്തിൽ പ്രവേശിപ്പിക്കരുത്. എന്നാൽ ഏതോ സാധ്യങ്ങൾക്കായി ഏതോ നിയമിക്കപ്പെട്ടുവെന്നും വീണ്ടും പ്രകാരം ചിന്തിച്ച് വടക്കത്തോടെയും വിവേകത്തോടെയും സുബോധത്തോടും ദൈവത്തോടും കൂടെ വിശുദ്ധ വിവാഹത്തെ ഏർപ്പെടേണ്ടതാകുന്നു. ഒന്നാമത്, ദൈവഹിതപ്രകാരം മനുഷ്യവർഗം വർദ്ധിക്കേണ്ടതിനും കർത്താവിനെ കുറിച്ചുള്ള ഭയത്തിലും ബാലശിക്ഷയിലും അവന്റെ പരിശുദ്ധ നാമത്തിന്റെ പുകഴ്ചയ്ക്കായും പൈതങ്ങൾ വളർത്തപ്പെടേണ്ടതിനും. രണ്ടാമത്, ദൈവത്താൽ നൽകപ്പെട്ട പ്രകൃതിയാലുള്ള ആഗ്രഹങ്ങളും വികാരങ്ങളും പരിശുദ്ധമായ നേർപ്പാതയിൽ നടത്തപ്പെടേണ്ടതിനും ഈ വിശുദ്ധ അവസ്ഥയിലേക്ക് ദൈവത്താൽ വിളിക്കപ്പെടുന്നവർ ജീവിത നിർമ്മലതയോടെ ആയതിൽ നിലനിൽക്കേണ്ടതിനും. മൂന്നാമത്, ഐശ്വര്യത്തിനും അനർത്ഥത്തിനും തമ്മിൽ ഉണ്ടാകേണ്ട കൂട്ടായ്മയ്ക്കും ആശ്വാസത്തിനും സഹായത്തിനുമായി വിവാഹം നിയമിക്കപ്പെട്ടു. ഈ വിശുദ്ധ അവസ്ഥയിലേക്ക് ചേർക്കപ്പെടുവാനായി ഇവർ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നു. അതിനാൽ ഇവർ ന്യായമായി തമ്മിൽ യോജിപ്പിക്കപ്പെട്ടുകൂടാ എന്നുള്ളതിന് തക്ക കാരണം കാണിപ്പാൻ ആർക്കെങ്കിലും കഴിയുന്നതായാൽ അതിനെ ഇപ്പോൾ പറയണം, അല്ലെങ്കിൽ ഇനിമേലാൽ ഒരിക്കലും പറയാതിരിക്കും. നിങ്ങൾ വിവാഹത്തിൽ ന്യായമായി ഒന്നിച്ചു നടന്നുകൂടാത്ത യാതൊരു വിരോധമുണ്ടെന്ന് നിങ്ങൾ ഇരുവരിൽ ആരെങ്കിലും അറിയുന്നുണ്ട്. സകല പ്രതികളെയും വ്യവസ്ഥകൾ വെളിപ്പെടുത്തുന്ന ഭയങ്കരമായുള്ള വിധിനാളിൽ നിങ്ങൾ ഉത്തരം പറയേണ്ടതാണുണ്ട്. ഇപ്പോൾ അത് അറിയിച്ചു പറയണമെന്ന് ഞാൻ നിങ്ങളോട് ഇരുവരോടും നിഷ്കർഷമായി കൽപ്പിക്കുന്നു. എന്നാൽ ദൈവപ്രകാരമല്ലാതെ യോജിക്കപ്പെട്ടവരെയും ദൈവത്താൽ കൂട്ടിച്ചേർക്കപ്പെടാനല്ല എന്നും അവർ വിവാഹം ന്യായമുള്ളതല്ല എന്നും നിശ്ചയമായി അറിഞ്ഞിട്ടുണ്ട്. വിവാഹത്തിന്റെ വിശുദ്ധ അവസ്ഥയിൽ ദൈവത്തിന്റെ നിയമപ്രകാരം ഒന്നിച്ചു വളർത്താനായിട്ട് നീ ഈ സ്ത്രീയെ നിന്റെ ഭാര്യയായി കൈക്കൊള്ളുമ്പോൾ നീ ഇവളെ സ്നേഹിച്ച് ആശ്വസിപ്പിച്ച് മാനിച്ച് ലോകത്തിലും സുഖത്തിലും രക്ഷിക്കുകയും മറ്റെല്ലാവരെയും ഉപേക്ഷിച്ച് നിങ്ങളെല്ലാവരും ജീവിച്ചിരിക്കുമ്പോഴൊക്കെയും ഇവളോട് മാത്രം ചേർന്നിരിക്കുകയും ചെയ്യുന്നു. വിവാഹത്തിന്റെ വിശുദ്ധ അവസ്ഥയിൽ ദൈവത്തിന്റെ നിയമപ്രകാരം ഒന്നിച്ചു വളർത്താനായിട്ട് നീ ഈ പുരുഷനെ നിന്റെ ഭർത്താവായി കൈക്കൊള്ളുമ്പോൾ നീ ഇവനെ അനുസരിച്ച് ശുശ്രൂഷിച്ച് സ്നേഹിച്ച് മാനിച്ച് ദൈവത്തിലും സുഖത്തിലും ഇവനെ സംരക്ഷിക്കുകയും മറ്റെല്ലാവരെയും ഉപേക്ഷിച്ച് നിങ്ങളെല്ലാവരും ജീവിച്ചിരിക്കുമ്പോഴൊക്കെയും ഇവനോട് മാത്രം ചേർന്നിരിക്കുകയും ചെയ്യുന്നു. ഈ പുരുഷന് വിവാഹം ചെയ്യുവാൻ ഈ സ്ത്രീയെ കൊടുക്കുന്നതാണ് വിവാഹം. ഇന്നു മുതൽ ഇനിമേലാൽ നന്മയിലും തിന്മയിലും സമ്പത്തിലും ദരിദ്രതയിലും ദീനത്തിലും സുഖത്തിലും മരണം നമ്മെ വേർതിരിക്കുന്നവരെ ദൈവത്തിൻ്റെ വിശുദ്ധ നിയമപ്രകാരം സ്നേഹിപ്പാനും രക്ഷിപ്പാനും എൻ്റെ ഭാര്യയായി ഏറ്റുകൊള്ളുന്നു. അതിനായി ഞാൻ നിനക്ക് വാഗ്ദത്തം ചെയ്യുന്നു. മാറിനാകുന്ന നിങ്ങളെ ഇന്നു മുതൽ ഇനിമേലാൽ നന്മയിലും തിന്മയിലും സമ്പത്തിലും ദരിദ്രതയിലും ദീനത്തിലും സുഖത്തിലും മരണം നമ്മെ വേർതിരിക്കുന്നവരെ ദൈവത്തിൻ്റെ വിശുദ്ധ നിയമപ്രകാരം സ്നേഹിപ്പാനും രക്ഷിപ്പാനും അനുസരിപ്പാനും എൻ്റെ ഭർത്താവായി ഏറ്റുകൊള്ളുന്നു. അതിനായി ഞാൻ നിങ്ങൾക്ക്
വാഗ്ദത്തം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ പരിശുദ്ധനാമത്തിൽ നിങ്ങൾ സ്വീകരിക്കുന്ന ഈ മധുരത്തെയും ധാരയും മധുരയും വാഴ്ത്തണമേ. ഈ മധുരം ധാരയും മധുരയും കൊടുക്കുന്ന നിന്റെ മകനം ധരിക്കുന്ന നിർമ്മണം ദിവ്യ സമാധാനത്തിലും അല്ലെങ്കിൽ വിശ്വസ്തയിലും എന്നും വസിക്കേണ്ടതിലും നിരപ്പുകയിൽ നിലനിൽക്കേണ്ടതിലും അറ്റുപകാതെ നിന്റെ സ്നേഹത്തിൽ നിലനിൽക്കേണ്ടതിലും നിന്റെ കർത്താവായ സംശയാമൂലം അനുദയണമേ. ഈ മോദനമുണ്ട് അതിനെ വിവാഹം ചെയ്യുന്നു. എന്റെ ശരീരം കൊണ്ട് ഞാൻ നിന്നെ മാനിക്കുന്നു. എന്റെ ഇതിലോക സമ്പത്തുകളെല്ലാം ഞാൻ നിനക്ക് അവകാശമാകുന്നു. പിതാവിനെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ ആണ്. കൊണ്ട് ഞാൻ നിന്നെ വിവാഹം ചെയ്യുന്നു. എൻ്റെ ശരീരം കൊണ്ട് ഞാൻ നിന്നെ മാനിക്കുന്നു. എൻ്റെ ഇടലോക സമ്പത്തുകളെയെല്ലാം ഞാൻ നിനക്ക് അവകാശമാക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ും
സകല മനുഷ്യജാതിയെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനും ആത്മീയ കൃപയൊക്കെ നൽകുന്നവനും നിത്യാജീവന്റെ കാരണനുമായ നിത്യാദൈവമേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന നിന്റെ ദാസരായ ഈ പുരുഷന്റെ മേലും ഈ സ്ത്രീയുടെ മേലും നിന്റെ അനുഗ്രഹത്തെ പകരണമേ. ഇസ്ഹാക്കും റിബേക്കയും തമ്മിൽ വിശ്വസ്തയോടെ ഒരുമിച്ച് വസിച്ചതുപോലെ ഈ മോതിരത്തെ അടയാളമായിട്ടും സാക്ഷ്യമായിട്ടും കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്ത പ്രകാരം തങ്ങൾ തമ്മിൽ ചെയ്ത പ്രതിജ്ഞയും ഉടമ്പടിയും നിശ്ചയമായി പ്രമാണിച്ച് നിവൃത്തിയാക്കി പൂർണ്ണ സ്നേഹത്തോടും സമാധാനത്തോടും കൂടെ എപ്പോഴും ഒരുമിച്ച് പാർത്ത് നിന്റെ കൽപ്പനകളിൻ പ്രകാരം ജീവിപ്പാൻ ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മൂലം കൃപ ചെയ്യണമേ. ദൈവം കൂട്ടിച്ചേർത്തവരെ ആരും വേർപിരിക്കരുത്. ആംഗ്ലിക്കൻ ചർച്ച് ഓഫ് ഇന്ത്യ മലങ്കര ഭദ്രാസനം മുറ്റത്തുമാവ് സെന്റ് സ്റ്റീഫൻസ് സഭയിൽ കൊച്ചിടത്തിൽ വീട്ടിൽ രാജു കെ വി, തങ്കമ്മ രാജു മകൻ മാർട്ടിൻ കെ ആറും, ചേലക്കുമ്പ് സെന്റ് ആൻഡ്രൂസ് എംഎസ് ആംഗ്ലിക്കൻ സഭയിൽ വടിപ്പറമ്പിൽ വീട്ടിൽ ജോർജ് പി ജെ, ഉഷ ജോർജ് മകൾ എറിമി ജോർജ് ഈ വിശുദ്ധ വിവാഹത്തിൽ തമ്മിൽ സംബന്ധിച്ച് ആയതിൻ്റെയും ദൈവത്തിൻ്റെയും ഈ സഭയുടെ മുമ്പാകെ സാക്ഷ്യപ്പെടുത്തി അതിനായിട്ട് തമ്മിൽ മഹത്വം ചെയ്ത് ഒരു മോതിരം കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്തതിനാലും താലി കെട്ടിയതിനാലും കൈപിടുത്തത്താലും അതിനെ അറിയിച്ചതുകൊണ്ട് ഇവർ ഭർത്താവും ഭാര്യയും ആയിരിക്കുന്നു എന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ പ്രസിദ്ധപ്പെടുത്തുന്നു. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കട്ടെ. കർത്താവ് തന്റെ കരുണയുണ്ട് കൃപയോടെ നിങ്ങളെ കടാക്ഷിച്ച് പരലോകത്തിൽ നിങ്ങൾക്ക് നിത്യാജീവൻ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇഹലോകത്തിൽ നിങ്ങൾ തമ്മിൽ അനുകൂലമായി പാർക്കേണ്ടതിന് നിങ്ങളെ സകല ആത്മീയ അനുഗ്രഹം കൊണ്ടും കൃപ കൊണ്ടും നിറയ്ക്കുമാറാകട്ടെ. ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ നിന്റെ മക്കൾ
ഇപ്പോൾ ചേർക്കുമ്പോൾ സന്നാളി സഭയുടെ ശുശ്രൂഷ 47 സംഭവിക്കുന്നതായി. ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തൻ്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിക്കുമാറാകട്ടെ. എൻ്റെ ഭൂമിയിലും എൻ്റെ രക്ഷാ സകല ജാതികളെയും അറിയേണ്ടതിന് തന്നെ. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികൾ നിന്നെ സ്തുതിക്കും. ജാതികൾ സന്തോഷിച്ച് ഘോഷിച്ചുല്ലസിക്കും. ഈ വംശങ്ങളെ നേരോടെ വിളിച്ച് ഭൂമിയിലെ ജാതികളെ ഭരിക്കുന്നുവല്ലോ. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികൾ നിന്നെ സ്തുതിക്കും. ഭൂമിയുടെ അനുഭവം തന്നിരിക്കുന്നു. ദൈവം നമ്മുടെ ദൈവം തന്നെ നമ്മെ അനുഗ്രഹിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഭൂമിയുടെ അർത്തികളൊക്കെ അവനെ ഭയപ്പെടുന്നു. പുത്രനും പരിശുദ്ധാത്മാവിന് മാത്രമുണ്ടാകട്ടെ. എല്ലാവരും ആശംസ പറയണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ആദ്യമായിട്ട് ചേർക്കുന്ന സെല്ലാൻഡോസ് ആംഗ്ലിക്കൻ സഭയുടെ അംഗമാണ് ഇതിന് അവിടുത്തെ വിനായക അച്ഛൻ നവാദമ്പതികൾക്കുള്ള ആശംസ അറിയിക്കുന്നതായിരിക്കും.
ദൈവം അനുവദിക്കുകയും സഹായിക്കുകയും ചെയ്തിട്ടുള്ളൂ. നമ്മുടെ ദൈവഭക്തോടൊപ്പം ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് എന്ന കുടുംബത്തിൽ പ്രവേശിപ്പായ ആത്മീയ ശുശ്രൂഷകളോട് പ്രാമുഖ്യമായ വിശുദ്ധ മരണം ആത്മീയ ശുശ്രൂഷകളും ദേവാല ശുശ്രൂഷകളും ഒക്കെ ആത്മീയമായിട്ടും ആത്മാർത്ഥമായിട്ടും സഹായിക്കുന്ന രണ്ട് കുടുംബത്തിലെ അംഗങ്ങളാണ്. ഞങ്ങളെ ചേർന്നുകൊണ്ട് മനുഷ്യമായിട്ടുള്ള നമ്മുടെ ചിന്തകളോ നമ്മുടെ പ്രവർത്തനങ്ങളോ ഒന്നുമല്ല, സ്വന്തം ദൈവങ്ങളുടെ കഴിവുകൊണ്ടാണ് ഒരു സഹായത്താൽ ഇവർക്കാർക്ക് വാങ്ങിച്ച് ഒരു കുടുംബത്തിൽ വളർത്തണം ദൈവം സഹായിച്ചത് എന്ന് ഞാൻ ആത്മാർത്ഥമാണ്. ഇതുപോലെ ആരംഭിക്കുന്നതായ വിവാഹ ജീവിതം ഏറ്റവും ധൈര്യമായിട്ട് കിട്ടുന്ന ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ചിലപ്പോൾ സുരക്ഷിതമായ ആത്മാക്കൾ ആശംസകൾ പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവ് കൊടുത്തു ഏറ്റവും മാനിക്കും സഹായിച്ചിട്ടുള്ളതാണ്. വിലാസനത്തിലെ യുഗത്തിൻ്റെ നേതൃത്വം ചെയ്യുന്ന പ്രവർത്തിക്കുന്നയാളാണ് മാർട്ടിൻ. വിലാസന യൂത്ത് ഡയറക്ടർ. നിലമ്പൂർ ഇടവകളുടെ വികാരിയായിരിക്കുന്ന റവറൻ ടൈറ്റസ് ചെറുവച്ചൻ ആശംസകൾ. എല്ലാ പ്രവർത്തനങ്ങളിലും നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുവാനും ഉത്സാഹത്തോടെ കടന്നു വരുവാനും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും മാറ്റേണ്ട പ്രവർത്തനങ്ങൾ ഭയങ്കര പ്രകാശനത്തിന് ആവശ്യമാണ്. ആ പ്രവർത്തനം ഇനി കുറഞ്ഞു പോയാൽ അത് പ്രിയ മകൾക്കാണ് അതിൻ്റെ ഉത്തരവാദിത്തമുള്ളത്. കാര്യം ചെറുപ്പക്കാരായിരിക്കുമ്പോൾ യുവജനങ്ങൾക്ക് വേണ്ടി നല്ലതായിട്ട് പ്രവർത്തിക്കുവാൻ കഴിയണം. നല്ല രീതിയിൽ തന്നെ സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അവരെയും കുടുംബത്തെയും എനിക്കറിയാം. അതേപോലെ തന്നെ എല്ലാ ആഴ്ചകളിലും കൃത്യമായി തന്നെ സഭയിൽ പോകുന്ന കുട്ടിയാണ്. ഒരാഴ്ചയിൽ സഭയിൽ പോയില്ല എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം മാത്രം കൂടിയുള്ളതാണ്. അപ്പോൾ പരസ്പരം ഇങ്ങോട്ടും അറിഞ്ഞ് മനസ്സിലാക്കി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനും പ്രവർത്തിക്കുവാനും കഴിയണം. നിങ്ങളുടെ കുടുംബ ജീവിതം മുതൽ ഈ ഭൂമിയിൽ പുതിയ കുടുംബം കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ ആ കുടുംബത്തിൽ ദൈവം വസിക്കുവാൻ, ദൈവത്തിൻ്റെ പ്രവർത്തനം നടക്കുവാൻ തക്കവണ്ണം നിങ്ങൾ തമ്മിൽ താഴ്മയുള്ളവരായി ഇരിക്കുവാൻ കഴിയണം. അതേപോലെ തന്നെ മാതാപിതാക്കളോടും പറയാനുള്ളത്, ഇവരുടെ കൊച്ചു പിണക്കങ്ങളിലും നിങ്ങൾ അധികമായി കയറി തലയിടുവാൻ പാടില്ല. മകളോട് പറയാനുള്ളത്, വീട്ടിൽ എന്തെങ്കിലും ചെറിയ വിഷയങ്ങളുണ്ടെങ്കിൽ അത് ഉടനെ വിളിച്ച് എന്ത് ചെയ്യുന്നത്, വീട്ടിൽ അമ്മയോട് ഒരാഴ്ച കഴിയുമ്പോൾ നാളെ മുതൽ വെളുപ്പിനെയും ഉച്ചയ്ക്കും ഗുളിക കഴിക്കുന്നത് പോലെ അമ്മ വിളിക്കും, വീട്ടുകാർ വിളിക്കും. എങ്ങനെയുണ്ട്, നല്ലതാണോ, എങ്ങനെയാണ് എന്ന് വിളിച്ച് ഓരോ വിശേഷങ്ങൾ ചോദിക്കും. കൂടുതലായിട്ടൊന്നും പറയാൻ പോകണ്ട, എല്ലാം നല്ലതായിരുന്നു എന്ന് മാത്രം പറഞ്ഞ് വയ്ക്കണം. അതേപോലെ തന്നെ മക്കളുടെ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിലേക്ക് അധികമായി മാതാപിതാക്കൾ തലയിട്ട് ഓരോ ചെറിയ വിഷയങ്ങളിലും തലയിടാതെ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ദൈവിക ആലോചനകൾ പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. അവർക്ക് ജീവിക്കുവാൻ അറിയാം. അതിന് ഉപരിയായി അച്ഛന്മാര് നല്ല ക്ലാസ്സുകൾ പ്രോത്സാഹിച്ച് കൊടുത്തിട്ടുണ്ട്. എങ്ങനെ ജീവിക്കണമെന്ന് അവർ അതിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഈ ഒരു കുടുംബം ഈ സഭയ്ക്ക് പ്രയോജനമാകുവാൻ തക്കവണ്ണം, യുവജനങ്ങൾക്ക് പ്രയോജനമാകുവാൻ തക്കവണ്ണം നിങ്ങളുടെ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകണം. നിങ്ങളുടെ ഫെലോഷിപ്പിന്റെ എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. കടന്നുവന്നിരിക്കുന്ന എല്ലാവർക്കും സ്നേഹത്തിലുള്ള സ്നേഹത്തിൻ്റെ അറിയിക്കുക.
തക്കതായ തുണയെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ദൈവം അറിയിച്ചത്. പ്രകാരം മാർട്ടിന് ചേർന്ന തുണയായിട്ട് മെറിന് ചേർന്ന തുണയായിട്ട് മാർട്ടിനും ഇന്നു മുതൽ അവര് മാറുകയാണ്. കുടുംബജീവിതം ആരംഭിക്കുകയാണ്. കുടുംബജീവിതം മാറുമ്പോൾ പിണക്കങ്ങളുമുണ്ട്. പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട്, സ്നേഹിച്ചുകൊണ്ട്, ബഹുമാനിച്ചുകൊണ്ട്, ഇഷ്ടങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ട്, പരസ്പരം കുറ്റപ്പെടുത്താതെ, പരസ്പരം പരിഹാസവാക്കൾ പറയാതെ സ്നേഹത്തോടെ ജീവിക്കാനാണ് ദൈവം നമ്മെ ഭൂമിയിൽ ആഗ്രഹിക്കുന്നത്. പറഞ്ഞ സഹോദരനാണ്. അവരുടെ ജീവിതത്തിൽ ദൈവം എല്ലാ നന്മകളും നൽകി ദൈവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പ്രതികാരം ക്രിസ്തുവിൽ കടന്നു വരുവാനാണ് ദൈവം എന്നെയും ബലപ്പെടുത്തി പെരുമാറുന്നതിനും ഐശ്വര്യപൂർണമായ സന്തോഷകരമായ കുടുംബജീവിതം ആശംസിച്ചുകൊണ്ട് ദിവസത്തിന് കാണിക്കുന്ന ദൈവം കാര്യങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഡയറക്ടറും തിരുവനന്തപുരം മുണ്ടക്കൈ ഇടവകയുടെ വികാരമായിരിക്കുന്ന അവർ സ്വാഗതം ചെയ്യാറുണ്ട്. വിശുദ്ധ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഈ സഭയുടെ പരിപാടി ഇതിന്റെ പ്രധാനം വെച്ച് സംഘാംഗ സഭയുടെ വികാരിയായിരിക്കുന്ന അലക്സാണ്ടർ ശേഷം ഞങ്ങളുടെ സഭയിലായിരിക്കുന്ന സംഘടന ഉപയോഗിച്ച ദൈവത്തിന് സഭാപ്രവർത്തകരെ കടന്നു വരുന്ന പ്രിയപ്പെട്ടവർക്കും വിശേഷാൽ മാറ്റങ്ങൾ അവന് കുറിച്ചുള്ള സ്നേഹമാനത്തെ അറിയിക്കുന്നത്. മാറ്റങ്ങളുമായിട്ടുള്ള ഒരു അധ്യക്ഷതയോട് മാറ്റം ക്ഷണിച്ചനായാണ് മാറ്റങ്ങളുടെ ഉല്ലാസങ്ങളുടെ ജോയിന്റ് സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുകയാണ്. ജോയിന്റ് സെക്രട്ടറി ആകുന്നതിന് മുമ്പ് തന്നെ ഒരു സ്ഥാനമില്ലാതിരുന്നപ്പോൾ മദ്രാസ തലത്തിൽ യൂത്ത് വർഷത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരു ചെറുപ്പക്കാരനാണ്. ഇന്ന് ചെറുപ്പക്കാരെയൊക്കെ ദൈവിക സാന്നിധ്യത്തിൽ കാണാതിരിക്കുന്ന സാഹചര്യത്തിൽ ദേവാലയത്തോടും ദൈവികതയോടും ചേർന്ന് ഒരു ചെറുപ്പക്കാരനാണ്. അതുകൊണ്ട് തന്നെയാണ് വൈദികരുടെ ഒരു നീണ്ട നില തന്നെ ഉണ്ടാകുന്നത്. എൻ്റെ വിവാഹത്തിന് മറ്റുള്ളവരെക്കാൾ എനിക്ക് ആവശ്യം അച്ഛന്മാരുടെയും ദേവദാസന്മാരുടെ സാന്നിധ്യമാണ് എന്നുള്ള മാറ്റിന്റെ ഗുണമായുള്ള ആഗ്രഹത്തെ പ്രത്യേകം പ്രശംസിക്കുകയാണ്. അതിന്റെ അനുഗ്രഹം നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ആരോടും ഉണ്ടാകട്ടെ. ഇവർക്ക് ഒരു നല്ല കുടുംബജീവിതം നിങ്ങൾ ആരംഭിക്കുകയാണ്. വിവാഹ പൂർവ്വവാസത്തിൽ വിഷയമാണ് ഞാൻ ഇവർക്ക്. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാൻ വേണ്ടിയില്ല, പറയേണ്ടതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രസംഗ വിവാഹ സമയത്ത് പ്രസംഗങ്ങളിലൊക്കെ രണ്ടുപേരെ കാണുമായിരിക്കും. അതുകൊണ്ട് തന്നെ അധികം പ്രസംഗിക്കണമെന്നൊരു കാര്യമില്ല. ഇവരിപ്പോൾ പല പല ചിന്തകളിലായിരിക്കും തിരിക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും നല്ല മനസ്സോടുകൂടി നല്ല ക്ലിയറായിട്ടുള്ള സമയങ്ങളിൽ നല്ലൊരു കുട്ടിക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്രകാരം അവർ കൂടി ജീവിക്കുമെന്നും കൂടെ ഞാൻ വിശ്വസിക്കുകയാണ്. വചനം പ്രകാരം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞാൽ ഏകാന്തത നല്ലതല്ല എന്ന് ദൈവം തന്നെ സൃഷ്ടിപ്പിന്റെ ആദ്യം തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഒന്നാമത്തെ പുസ്തകത്തിന്റെ പറയുകയാണ് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറയുന്നത്. നമ്മുടെ കുടുംബജീവിതം എടുക്കുകയാണെങ്കിൽ കുടുംബജീവിതത്തിൽ രക്തബന്ധത്തിന് വലിയ പ്രാധാന്യമുണ്ട്. മാർട്ടിന്റെ ഇവരാണെങ്കിൽ അച്ഛനും അമ്മയും കൂടെ ചേരുമ്പോഴാണ് മാർട്ടിൻ ഉണ്ടായത്. അച്ഛന്റെ രക്തവും അമ്മയുടെ എല്ലാം കൂടെ ആണെന്ന് നമുക്ക് പറയാം. അവർ രണ്ടുപേരും കൂടെ ചേരുമ്പോഴാണ് മാർട്ടിൻ ഉണ്ടായിരിക്കുന്നത്. ആ രക്തബന്ധത്തിന്റെ അടുക്കിലേക്കാണ് മറി കടന്നു ചെയ്യുന്നത്. കാരണം കുടുംബമായിട്ട് രക്തബന്ധമൊന്നുമില്ല. എന്നാൽ ആ രക്തബന്ധം ഇല്ലാതിരിക്കുന്ന മണ്ണാണ് ആ കുടുംബത്തെ ഈ ഭൂമിയിൽ നിലനിർത്തുന്നത്. അല്ലെങ്കിൽ ആ കുടുംബത്തെ നിലനിർത്താൻ വേണ്ടി കൂടുന്നതും ആ കുടുംബത്തെ മുമ്പോട്ട് നയിക്കുന്നത്. ഭാര്യ എന്ന് പറയുന്നത് രക്തബന്ധമല്ല, അതിനപ്പുറമായിട്ട് ബന്ധമാണ്. അതിനപ്പുറമായിട്ട് ബന്ധമാണ് ഞാൻ പറയുന്നതിനേക്കാളും വേദപുസ്തകം ഇങ്ങനെ പറയുകയാണ്. ആദാമിനെ സൃഷ്ടിച്ച ദൈവം ആദാം ഏകനായിരിക്കും നല്ലതല്ല എന്ന് കണ്ടിട്ട് ആദാമിനെ വിളിച്ചിട്ട് മൃഗങ്ങളെല്ലാം മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് ആദാമിനോട് പറയുന്നുണ്ട് ഇവർക്കെല്ലാം പേരിടാൻ വേണ്ടി. എല്ലാവർക്കും പേരിട്ട് കഴിഞ്ഞപ്പോൾ ദൈവം മനസ്സിലാക്കി ആദാമിന് ചേരുന്ന ഒരു ഇണയെ ഞാൻ ഈ കൂട്ടത്തിലൊന്നും കാണുന്നില്ല. മൃഗങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഇതിന് ചേരുന്ന ഇണ എടുക്കുന്നത്? ഇല്ലാതെ വന്നപ്പോൾ ദൈവം എന്താ ചെയ്യുന്നത്? ആദാമിന് ഒരു ഗാഢനിദ്രയെ കൊടുക്കുകയാണ്. ഉറങ്ങിക്കോളാൻ പറയുക. ഗാഢനിദ്ര നടക്കുമ്പോൾ അവന്റെ ഭാര്യയിൽ എടുത്ത് ഒരു സ്ത്രീയെ മെനഞ്ഞുണ്ടാക്കി വെക്കുകയാണ്. ഗാഢനിദ്രയ്ക്ക് ശേഷം ആദാം എഴുന്നേറ്റ് വരുമ്പോൾ ദൈവം ആദാമിന്റെ മുമ്പിലേക്ക് ഭാര്യയിൽ നിന്നും ഉണ്ടാക്കിയ സ്ത്രീയെ രക്തബന്ധമല്ല സ്ത്രീയെ കൊണ്ട് മുമ്പിലേക്ക് കൊണ്ട് നിർത്തുകയാണ്. നിർത്തുന്ന ഉടനെ ആദാം പറയുന്ന ഒരു ഭാഗമുണ്ട്, ഇവിടെ രക്തമല്ല, പക്ഷേ എന്റെ മാംസത്തിന് മാംസവും അസ്ഥിക്ക് അസ്ഥിയുമാണെന്നാണ് പറയുന്നത്. സ്ത്രീ എന്ന് പറയുന്നത് രക്തമെന്നല്ല ഭാര്യ, മറിച്ച് അസ്ഥിക്ക് അസ്ഥിയും മാംസത്തിന് മാംസവുമാണ്. ദൃഢമായിട്ടുള്ളൊരു ബന്ധമാണ്. ഇനി അങ്ങോട്ട് പ്രകാരം മാറ്റിനും തമ്മിലുള്ള ജീവിതം എന്ന് പറയുന്നത് രക്തബന്ധമല്ലെങ്കിലും ദൈവികമായ ഒരു ബന്ധത്തിലേക്ക് ഒന്നിച്ച് ഇറക്കപ്പെട്ട് ഞാനിങ്ങനെ സെലോമൻ പറയുന്ന പോലെ ഒപ്പിരിച്ചത് വേഗം
നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിനുവേണ്ടി മുന്നോട്ട് ജീവിക്കുക. മാതാപിതാക്കളോട് ആണ് ഉപദേശിക്കേണ്ടതെന്നാണ് പല പിള്ളേരും നമ്മളോട് പറയുന്നത്. ഞങ്ങൾ ഉപദേശിക്കുന്നതിനേക്കാൾ നമ്മൾ അപ്പനെ അമ്മയും കൂടെ ഒന്ന് പ്രീമാലിന്യം നടത്താമെന്ന് ചോദിക്കും. കാരണം പലപ്പോഴും അവരുടെ ഇടപെടലുകൾ കുടുംബജീവിതത്തെ താറുമാറാക്കാറുണ്ട്, അല്ലേ? താറുമാറാക്കും. വല്ലാത്ത അവസ്ഥയാണ്. അമ്മയുടെ ഒരു വലിയ ഏരിയയിലോട്ടാണ് പുതിയൊരു സ്ത്രീ കടന്നു വരുന്നത്. അയാൾ പറയാറുണ്ട്, എന്തുകൊണ്ടാണ് അമ്മായിമ്മ വരുമ്പോൾ പോലുണ്ടാകുന്നത്? കാരണം അമ്മയും മറ്റൊരു വീട്ടിൽ നിന്ന് വന്നതാ, മകളും മറ്റൊരു വീട്ടിൽ നിന്ന് വന്നതാ. അപ്പനും മകനും എപ്പോഴും രക്തബന്ധമായിട്ടാണ്. രണ്ട് വീട്ടിൽ നിന്ന് വന്നവരും തമ്മിൽ എപ്പോഴും വഴക്ക് ഒരു വീട്ടിലുണ്ടാകുന്നത്. ആ വഴക്ക് പലപ്പോഴും ആ കുടുംബത്തിന്റെ സപ്പോർട്ട് കളയാറുണ്ട്. അതൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. നാട്ടിന്റെ അമ്മയൊക്കെ എനിക്കറിയാം, നാട്ടിനെ അറിയാം, ഗർണയെ അറിയാം. എല്ലാവരും സാഹചര്യങ്ങളെ മനസ്സിലാക്കി ജീവിക്കുന്നവരാണ്. ആർക്കും പൂർണ്ണമായിട്ട് പൂർണ്ണത ഉള്ളവരല്ല, കുറവുകളില്ലാത്തവരുള്ളത്. ആ കുറവുകൾക്ക് നടുവിലും താഴെകളും പൊട്ടിപ്പോകാത്തൊരു വിളക്ക് മാത്രമായിട്ട് കൈമാറി പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബമാണ്, ഞങ്ങളുടെ ജീവിതമാണ് എന്ന് കണ്ടുകൊണ്ട് മുമ്പോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഒരു കുടുംബത്തിന്റെ സമാധാനത്തിനും ഐശ്വര്യത്തിനും വീട്ടിലുള്ള എല്ലാവർക്കും ഒരുപോലെ ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾ എന്നെ കൂടെ ചേർന്ന സമാധാനം ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ജീവിക്കത്തുള്ളൂ എന്നുള്ളതല്ല, എല്ലാവർക്കും ഒരുപോലെ ഉത്തരവാദിത്വമുണ്ട് എന്നും കൂടെ ഈ സമയത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ വൃദ്ധാശ്രമത്തിലെ സ്റ്റുഡൻസൊക്കെ ഡയറക്ടർ എന്ന നിലയിലും മാർക്കിന്റെ ഒരു സുഹൃത്ത് എന്ന നിലയിലും ഇരുവർക്കും എല്ലാവിധമായ ആശംസകൾ നേരുകയാണ്. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ ആഗ്രഹം ഉണ്ടാകട്ടെ എന്ന് കൂടെ പ്രാർത്ഥിക്കുന്നു. ആശംസ പറയേണ്ട ആളല്ല, ഞാൻ അനുഗ്രഹിക്കേണ്ട ആളാണ്. അമ്മയുടെ സഹോദരങ്ങളുടെ മാറ്റുന്നു. സഹോദരങ്ങളെല്ലാം സ്വഭാവമായിട്ട് വളരെയധികം അടുത്ത് നിൽക്കുന്നതിനുള്ള രണ്ടുകൂടും എനിക്ക് പരിചയമുണ്ട്. 10 വർഷം മുമ്പ് ഇടവകയുടെ അധികാരിയായിരുന്ന സമയത്ത് ആ സഭയുടെ സെക്രട്ടറി ആയിരുന്നു പ്രിയ മെറിന്റെ പിതാവ് ജോർജന്. അന്ന് മുതൽ ജോർജനുമായിട്ടുള്ള ബന്ധമുണ്ട്. 2 ഫോറിനും തമ്മിലുള്ള ബന്ധമുണ്ട്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതമാണ് എന്നുള്ളത് എനിക്ക് അടിവരയിട്ട് പറയുവാനായിട്ട് കഴിയും. അവർക്ക് വേണ്ട ഉപദേശമൊക്കെ കഴിഞ്ഞ മാസം അവര് രാവും പകലുമൊക്കെ ഇരുന്ന് പ്രീമാറ്റിക് വഴി പഠിച്ചതാണ്. കുറേ നീണ്ട സമയങ്ങൾ അവരുടെ ക്ലാസ്സുകളും ഉപദേശങ്ങളും ഒക്കെ കൊടുക്കുവാനുണ്ടാവും. അതുകൊണ്ട് അവർക്ക് ഇങ്ങനെയുള്ള ഒരു ഉപദേശങ്ങളുടെ ആവശ്യമില്ല. തീർച്ചയായിട്ടും ഉദ്ദേശങ്ങൾക്കുപരിയായിട്ട് ജീവിതത്തോട് എടുക്കുമ്പോൾ, യാഥാർത്ഥ്യങ്ങളോട് എടുക്കുമ്പോഴാണ് എന്താണ് ലൈഫ് എന്ന് മനസ്സിലാക്കുന്നത്. അതായത് അനുഗ്രഹിക്കപ്പെട്ട ഒരു സംഘാടകനും ഒരു ദൈവീയ പ്രവർത്തനമൊക്കെയാണ് നാട്ടിന് യൂത്ത് വർഷത്തിൻ്റെയൊക്കെ ഡെപ്യൂട്ടേഷന് കടന്നു പോവുകയും നല്ല രീതിയിൽ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതലായ ഒരു ഉപദേശമാണ് ആയിട്ട് ഞാൻ പറയുന്നില്ല. അനുഗ്രഹീതമായ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പ്രത്യേകിച്ച് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കേണ്ട ഒരു കടമയുണ്ട്, സഭയ്ക്ക് കടമയുണ്ട്, ഈ ഭവനങ്ങൾക്ക് കടമയുണ്ട്. അതുകൊണ്ട് അവരുടെ ഒരു അനുഗ്രഹീതമായ ജീവിതം ദൈവം നൽകട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. എല്ലാ ആശംസയും പുതുപ്പള്ളി ഇടവകയുടെ പേരിലും ലഹരി സെന്ററിന്റെ പേരിലുള്ള എല്ലാ ആശംസ അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുന്നു. സഭാപ്രവർത്തകര്, നവജനങ്ങളുടെ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് ദൈവത്തിന്റെ സാന്നിധ്യത്താൽ കർത്താവിന്റെ ദാസന്മാരും വിഭാഗത്തിന്റെ വിശുദ്ധ അവസ്ഥയിലേക്ക് പ്രിയ കുഞ്ഞുങ്ങളെ ചേർക്കപ്പെട്ടിരിക്കുകയാണ്. രണ്ടുപേരും പാരമ്പര്യമായിട്ട് CMS ആംഗ്ലിക്കൻ സഭയുടെ അംഗങ്ങളാണ്. മാർട്ടിൻ മെറിൻ. മാർട്ടിന് വളരെ ചെറിയ പ്രായം മുതൽ എനിക്ക് അറിയാവുന്ന വ്യക്തിയാണ്. മാർട്ടിന്റെ മാതാവിന്റെ ഭവനവുമായിട്ട് വളരെ ഒരു അടുത്ത സ്നേഹബന്ധമുള്ള വ്യക്തി എന്ന നിലയിൽ അതിലുപരിയായിട്ട് വികാരിയായ സഭയിൽ സേവനം അനുഷ്ഠിക്കുമ്പോൾ വളരെ ആക്റ്റീവായിട്ട് ദൈവിക കാര്യങ്ങൾക്ക്
പ്രവർത്തിക്കുന്ന ഒരു യുവാവ് കൃത്യമായി ദേവാലയത്തിൽ വരികയും വിശുദ്ധ സംസർഗത്തിൽ കൃത്യമായി പങ്കെടുക്കുകയും ചെയ്യുന്ന ആള്. യൂത്ത് ഫെലോഷിപ്പിലും ഭദ്രാസന യൂത്ത് ഫെലോഷിപ്പിലൊക്കെയും ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ അവരും ചേർക്കുമ്പിൽ വളരെ പുരാതനമായ ആംഗ്ലിക്കൻ സഭാവിശ്വാസികളാണ്. രണ്ടുപേരെ പറഞ്ഞാൽ ഒരു തനി ആംഗ്ലിക്കൻ എന്ന് വേണേ പറയാം. പള്ളിപ്പൻ പ്രധാനത്തിലെ പിന്നീട് അവർ മുണ്ടക്കയത്തേക്ക് കുടിയേറി ഒരു 6 വർഷം അവിടുത്തെ വികാരിയായിട്ട് ഞാൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അവിടുത്തെ കൊയറിലും സൺഡേ സ്കൂളിലും യൂത്ത് ഫെലോഷിപ്പിലും നല്ലതുപോലെ പ്രവർത്തിച്ച വ്യക്തിയാണ് ജോമോൾ എന്ന് ഞങ്ങൾ വിളിക്കുന്ന നെൽ. അതുപോലെ നെല്ലിൻ്റെ പിതാവ് സഭാകാര്യത്തിൽ വളരെ ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുന്നു. എനിക്ക് തിരുത്തുന്ന സഭയുടെ നയിക്കാനുണ്ടായിരുന്നു. ജോലിക്ക് കാണുക അദ്ദേഹത്തിൻ്റെ മകളാണ് നെല്ലിൻ്റെ അമ്മ. എല്ലാവിധത്തിലും വളരെ അനുഗ്രഹത്തോടെ സഭാകാര്യങ്ങളിൽ പാരമ്പര്യമായി പ്രവർത്തിച്ചു വരുന്ന കുഞ്ഞുങ്ങളാണ്. അവരുടെ വിശ്വാസത്തിൻ്റെതായിരിക്കുന്ന യാതൊരു കാര്യങ്ങളും അവർ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ല. തുടർന്നുള്ള ജീവിതത്തിൽ എല്ലാവിധത്തിലുമുള്ള ദൈവിക നന്മയോട് ദൈവം പറഞ്ഞത്തെ മലങ്കര ഭദ്രാസനത്തിലെ ദൈവിക സെക്രട്ടറി എന്ന നിലയിൽ, അതുപോലെ ഈ ഇടവകയുടെ വികാരി എന്ന നിലയിൽ പാട്ടുപീഠം സെന്റ് സ്റ്റീവൻസ് ആംഗ്ലിക്കൻ സഭയുടെ എല്ലാ കുടുംബങ്ങളുടെയും പേരിലുള്ള ആശംസകളും അനുമോദനങ്ങളും അറിയിക്കുന്നു. ദൈവം അനുഗ്രഹമായി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും എണീറ്റ് നിൽക്കാം. ക്രിസ്തീയ ഗീതം 356 പാടുമ്പോൾ പരിപാടി സമർപ്പിക്കാം. ക്രിസ്തീയ ഗീതം 356. Yeah.
സർവശക്തനായ കർത്താവേ, നിത്യദൈവമേ, നിന്റെ മഹാശക്തിയുള്ള സംരക്ഷണമണ്ഡലം ഞങ്ങളുടെ നീക്കും ശരീരത്തിലും ആത്മാവിലും പാലിക്കപ്പെടേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളുടെയും ശരീരങ്ങളെയും നിന്റെ പ്രമാണങ്ങളുടെ വഴികളിലും നിലനിൽക്കുന്നവർക്ക് ചേർന്ന കേവലം നടത്തി ശുദ്ധീകരിച്ച് പരിപാലിക്കാൻ പോകണമെന്ന് ഞങ്ങളുടെ കർത്താവിന്റെ രക്ഷിതാവായ ശിശുമൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. സെന്റ് സ്റ്റീവൻസ് ആംഗ്ലിക്കൻ സഭ നവാദമ്പതികൾക്ക് മംഗളഗാനം പാടും. അതോടൊപ്പം തന്നെ നവദമ്പതികളെ രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കണം. ഇത് സംബന്ധിക്കുന്ന ഓരോ സാക്ഷ്യവും Deus
ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവികമായി എല്ലാവരെയും സമർപ്പിക്കുന്ന സർക്കാരിന്റെ സ്വന്തം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ദൈവത്തിന്റെ അനുഗ്രഹം ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. എല്ലാ ബന്ധുമിത്രാദികൾക്കും ഓഡിറ്റോറിയത്തിലേക്ക് സ്വാഗതം. Marriage is a fusion of two hearts, a harmony of two souls, and the union of two families. It is an eternal commitment. Two people meant to believe in and understand each other. Dear ones, we welcome you all this beautiful ceremony. ദേവാലയത്തിലെ അനുഗ്രഹീതമായ ചടങ്ങുകൾക്ക് ശേഷം വധുവരന്മാർ ഹാളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. സോ നമുക്ക് എല്ലാവർക്കും നിറഞ്ഞ മനസ്സോടെ എഴുന്നേറ്റ് നിന്ന് അവരെ സ്വാഗതം ചെയ്യാം. Raju KV and Tangama Raju, please be on the stage, please. I would request, please come on the stage. Stage like karnu varandidana.
VJ and brother Nevin V. George. Please come on the stage. സ്റ്റേജിലേക്ക് കടന്നു വരേണ്ടതാണ്. വധുവിന്റെ പേരൻസ് സ്റ്റേജിലേക്ക്. പേരൻസ് സഹോദരനും നെവിൻ വി ജോർജ്. Now I would like to call Biju Achan on the stage, please, for the prayer. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നിമംഗല്യം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ, കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ. നിന്നടിക്കാനാവിൽ മണ പന്തൽ പണ്ടാലങ്കരിച്ചു, അന്നുരസവീഞ്ഞുണ്ടാക്കി എന്ന പോലിന്നേരം വന്നു. ഇന്നീ മംഗല്യം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ. മഹാപരിശുദ്ധനായ സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ആ സമയത്തിനായി നന്ദി പറയുന്നു. വിവാഹത്തിന്റെ വിശുദ്ധാവസ്ഥയിൽ ഒന്നായി ചേർക്കപ്പെട്ട മാർട്ടിനെയും മെറിനെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇരുവമനങ്ങളുടെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ബന്ധുജനങ്ങളെ എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആലയത്തിലെ ശുശ്രൂഷ അവിടുന്ന് അനുഗ്രഹിച്ചുവല്ലോ, തുടർന്ന് അവിടുത്തെ വലിയ കൃപ കൂടെ ഇരിക്കണം. അന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ പ്രാർത്ഥനയോട് കൂടിയാണ് ആരംഭിക്കുന്നത്. അതുപോലെ തന്നെയാണ് ദീപം തെളിയിക്കുന്നതും പ്രാർത്ഥനയുടെ ഒരു അടയാളമാണ്. അതിനുവേണ്ടി വരനെയും വധുവിനെയും അവരുടെ ഫാമിലിയെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി വധുവും വരനും വരന്റെ പേരൻസ് ദീപം തെളിയിക്കേണ്ടതാണ്. വരന്റെ പേരൻസ് ദീപം തെളിയിക്കേണ്ടതാണ്. രക്ഷിതാക്കൾ വധുവിന്റെ പേരൻസ് ദീപം തെളിയിക്കേണ്ടതാണ്. മാർട്ടിൻ വധുവിന്റെ പേരൻസിനും സഹോദരനും കേക്ക് കൊടുക്കേണ്ടതാണ്. വധു വരന്റെ പേരൻസിന് കേക്ക് കൊടുക്കേണ്ടതാണ്. ആദ്യം മാറ്റി കൊടുക്കട്ടെ.
ടേസ്റ്റിംഗ് സെറമണിയാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കി മാറ്റിയ യേശുനാഥനെ അനുസ്മരിച്ചുകൊണ്ട് ഇവർ വൈൻ ടേസ്റ്റ് ചെയ്യുകയാണ്. ആ സെന്ററിലോട്ട് വരാൻ പറ, ഇങ്ങോട്ട് സെന്ററിലോട്ട് വരാൻ പറ. ഇരിക്കുന്തോറും രുചി കൊടുക്കുന്നതാണ് ഈ വൈൻ. അതുപോലെ തന്നെ ഇവരുടെ സ്നേഹത്തിന്റെ ലഹരി ഓരോ ദിവസവും കൂടി കൂടി വരട്ടെ എന്ന് ഞങ്ങൾ ആശംസിച്ചു. അമ്മ നിങ്ങളെ കൈവിടോ, അവര് നിങ്ങളെ കൈവിടോ, അവരെ കൊടുത്ത് അവരെ കൊടുത്തേ, അവരെന്നെ പുറകോട്ട് മാറ്റിക്കേ. കൈ മുന്നോട്ട് വരട്ടെ. മാറിനെ കാണിച്ചിട്ടാട്ടെ. അമ്മ ഇവിടെ നോക്കൂ. പക്ഷത്തിനായി സ്തോത്രം ചെയ്യുക, അന്നതിനെ ശുദ്ധീകരിക്കണം, മുഖാന്തരത്തെ മാനിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇവിടെ നോക്കണേ. ഫോട്ടോ എടുക്കാനുള്ളവരും ഗിഫ്റ്റ് കൊടുക്കാനുള്ളവരും വരേണ്ടതാണ്. താക്കോൽക്കൂട്ടാണ്. പോലെ നമ്മളെ
നേരെ നോക്കിയേ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കരുണയെ ഞങ്ങളെ അളവിടാതെ സ്നേഹിക്കുന്ന അടിയുടെ സ്വർഗീയതാവുന്ന ദൈവമേ, മനോഹരവും അനുഗ്രഹിക്കപ്പെട്ടതുമായ ദിവസത്തിന് കർത്താവെ ഉച്ചകഴിഞ്ഞ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ അങ്ങനെ ആശ്രയിച്ച് തീരുമാനിച്ച പ്രകാരം കർത്താവെ കരുണിയ മഹത്വകരമായ വിവാഹ ശുശ്രൂഷ പകൽക്കടൽ നടത്തപ്പെടുവാൻ അവിടുന്ന് സഹായിച്ചുവല്ലോ. ദൈവമായ കർത്താവെ ഹല്ല് പ്രതികൾ കർത്താവ് വിവാഹിതരായി തീർന്ന പ്രിയ കർത്താവെ മാറ്റിനെയും കർത്താവെ മെറിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ, അവിടുന്ന് കൂട്ടിച്ചേർത്തിരിക്കുന്നുവല്ലോ. അന്ത്യത്തോളം വിശ്വസ്തരുടെ കൂടിയായിരിക്കും കർത്താവ് ഇരുവരെ നീ ഇവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയൊരു കുടുംബമായി പുതിയൊരു ഭവനമായി കർത്താവ് ജീവിക്കുമ്പോൾ അവരുടെ സകല ആവശ്യങ്ങളെന്നാഥ അവിടുന്ന് കൂട്ടിയിരുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇരുവരുടെയും കർത്താവെ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ മനുഷ്യരുടെ ബന്ധുക്കളെ ചാർ ദേശവാസികളുടെ സ്വഭാവിശ്വാസികള് കുടുംബാംഗങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രകൃതിയെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്ന കൃപകൾക്ക് സ്തോത്രനാഥ. തുടർന്ന് കർത്താവ് ഇരുപണ്ണങ്ങളുടെ എല്ലാ ആവശ്യങ്ങളോട് കൂടി ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കടന്നു വന്ന എല്ലാ ദേവദാസന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആമേന്ന് കടന്നു വന്നവർക്ക് കർത്താവെ ഒരുക്കിയ സ്നേഹ സൽക്കാരത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കർത്താവെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നല്ലോ. പ്രത്യേക കർത്താവെ ഹലോടിക്കുന്നതിൽ എല്ലാ കാര്യങ്ങൾക്ക് ശേഷം കർത്താവെ ഇരുവരും കർത്താവെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നു. മടങ്ങിയ യാത്രയിലെ കർത്താവെ തിരുസാന്നിധ്യം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. ദൈവമായ കർത്താവ് മുപ്പിരിച്ചത് പറ്റുപോകുകയില്ല എന്നോട് നെല്ലിച്ചിരിക്കുന്ന പ്രകാരം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാനും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആരോഗ്യം ചോദിച്ചുകൊണ്ട് കർത്താവെ ദിനംതോറും കർത്താവെ അവിടുത്തെ ഹിതകരമായി പ്രവർത്തിച്ചുകൊണ്ട് ജീവിപ്പാനും വസിപ്പാനും കർത്താവെ എന്റെ മക്കളെ നീ ഇവിടുന്ന് ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറച്ചാട്ടെ. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ പിടിഞ്ഞ യേശു ക്രിസ്തുവിന് തന്നെ നമ്മുടെ നാമത്തെ യാചിക്കുമ്പോൾ ദൈവം നീ കേട്ട് അവിടുന്ന് ഉത്തരമരുമാറാകണമേ. നിങ്ങളുടെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിങ്ങളുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ചെയ്യപ്പെടണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങളുടെ നേരെ കുട്ടി ഞാൻ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കുറ്റങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിച്ചു. ഞങ്ങളെ പരീക്ഷയിലേക്കണം, സകല ദോഷം രക്ഷിക്കണം. എന്നുള്ള നേരാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും അങ്ങേക്കുള്ളതാവുന്നല്ലോ. ആമേൻ. അത് മതി. ബൈബിൾ